വാഹനങ്ങളുടെ എഞ്ചിനിലെ ഒരു പ്രധാന ഘടകമാണ് ടൈമിംഗ് ബെൽറ്റ് അല്ലെങ്കിൽ ക്യാം ബെൽറ്റ്. എഞ്ചിൻ സിലിണ്ടറിലേക്ക് എയർ എത്തിക്കാനും പുറത്തേക്ക് കൊണ്ടുപോകാനുമുള്ള വാൽവുകളുടെ തുറക്കലിനും അടയ്ക്കലിനുമുള്ള സമയക്രമം നിശ്ചയിക്കുന്നതിന് സഹായിക്കുന്നത് ടൈമിംഗ് ബെൽറ്റുകളാണ്. ചിത്രത്തിൽ കാണുന്നത് പോലെ ക്രാങ്ക് ഷാഫ്റ്റിനെയും ക്യാം ഷാഫ്റ്റിനെയും ബന്ധിപ്പിക്കുന്ന ടൈമിംഗ് ബെൽറ്റ് ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നതിനനുസരിച്ച് ക്യാം ഷാഫ്റ്റിനെയും കറക്കും. ക്യാം ഷാഫ്റ്റുമായിട്ടാണ് വാൽവുകൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ കറക്കത്തിന് ആനുപാതികമായി കൃത്യമായ ഇടവേളകളിൽ വാൽവുകൾ അടക്കുകയും തുറക്കുകയും ചെയ്യും. ഇത് വളരെ കറക്റ്റായി നടന്നില്ലെങ്കിൽ വാൽവിനും പിസ്റ്റണുമൊക്കെ തകരാറ് സംഭവിക്കും, എഞ്ചിൻ്റെ പണി തീരും, വണ്ടി വഴിയിലുമാകും. ടൈമിംഗ് ബെൽറ്റിൻ്റെ റോൾ മനസ്സിലായല്ലോ. ടൈമിംഗ് ബെൽറ്റ് എഞ്ചിന് വെളിയിലാണെങ്കിൽ അതിനെ ഡ്രൈ ബെൽറ്റ് എന്ന് വിളിക്കും. അതല്ലാതെ എഞ്ചിനകത്തായി ഓയിലിൽ മുങ്ങിയിരിക്കുന്നവയാണ് വെറ്റ് ബെൽറ്റ്. തുടർച്ചയായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടൈമിംഗ് ബെൽറ്റ് ഘർഷണം കാരണം ചൂടായി കാലക്രമേണ അതിന് തേയ്മാനം സംഭവിക്കും. ഓയിലിൽ മുങ്ങിയിരിക്കുന്ന വെറ്റ് ബെൽറ്റുകൾക്ക് ഫ്രിക്ഷൻ കുറവായിരിക്കും. ഓയിൽ വഴി കൂളിംഗ് കിട്ടുന്ന കൊണ്ട് തേയ്മാനം കുറയും. കൂടാതെ ബെൽറ്റ് സ്ലിപ്പാവുന്നതും വൈബ്രേഷനും വെറ്റ് ബെൽറ്റിൽ കുറവായിരിക്കും. ഈ കാരണം കൊണ്ട് തന്നെ എഞ്ചിൻ്റെ എഫിഷ്യൻസി കൂടും, കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറയും. ഇന്ത്യയിലേക്ക് ഈയിടെ കാലെടുത്ത് വെച്ച സിട്രോണിൻ്റെ പ്യൂർടെക് എഞ്ചിനുകളിൽ ഈ സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിട്രോൺ C3 എയർക്രോസ്, ബസാൾട്ട് ഇവയിലെല്ലാം. കൂടാതെ ഫോർഡിൻ്റെ എക്കോ ബൂസ്റ്റ് എഞ്ചിനിൽ വെറ്റ് ബെൽറ്റാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും ഗുണങ്ങളുള്ള വെറ്റ് ബെൽറ്റിന് പിന്നെന്താണ് കുഴപ്പം? എഞ്ചിൻ ഓയിലിൽ എന്തെങ്കിലും അന്യപദാർത്ഥങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ ഓയിൽ ക്വാളിറ്റി കുറവുള്ളതാണെങ്കിൽ ടൈമിംഗ് ബെൽറ്റിലെ റബ്ബറുമായി പ്രതിപ്രവർത്തിച്ച് പെട്ടെന്ന് നശിച്ചു പോകും. ഈ ബെൽറ്റിലെ ഫൈബറും റബ്ബറിൻ്റെ പാർട്സും ഇളകി ഓയിൽ ഫിൽറ്ററിൽ കുടുങ്ങി ബ്ലോക്ക് ആവാനും ഓയിൽ പമ്പ് തന്നെ കേടാവാനും സാധ്യതയുണ്ട്. ബെൽറ്റ് പൊട്ടിപ്പോയാൽ എഞ്ചിൻ്റെ പണി തന്നെ തീരും. എന്ന് വെച്ച് എന്നാൽ പിന്നെ ഈ വെറ്റ് ബെൽറ്റുള്ള വാഹനം എടുക്കേണ്ട എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഒരു പ്രശ്നമില്ലാതെ ഓടുന്നുണ്ട്. 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1. കൃത്യമായ ഇടവേളകളിൽ വാഹനം സർവീസ് ചെയ്യുക. ടൈമിംഗ് ബെൽറ്റ് മാറേണ്ട സമയത്ത് തന്നെ മാറുക. ഇത് ഡ്രൈ ബെൽറ്റുള്ള വാഹനങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. രണ്ടാമത്തേത്, വാഹന കമ്പനി നിർദ്ദേശിച്ചിട്ടുള്ള അതേ ക്വാളിറ്റി എഞ്ചിൻ ഓയിൽ തന്നെ ഉപയോഗിക്കുക.